ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ എനിക്ക് ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ വീട്ടിൽ ഒരു റൊട്ടീൻ ഡേ ഇൻ മൈ ലൈഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാലോ എന്ന്. സത്യം പറഞ്ഞാൽ ഞാനിത് വേറൊരാളുടെ വീഡിയോ കണ്ടിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യണ്ടേ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞാൻ ഇനിയും ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ എണീച്ചിട്ടുണ്ടായിരുന്നു. എണീറ്റ് ചായ ഇട്ട് കുടിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ പുട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഒരിക്കലും ദോശ, ഇഡലി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കി തരില്ല. ഇതുപോലെ ഇടിയപ്പം, അപ്പം, പുട്ട്, പത്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ കാര്യമായിട്ട് ഉണ്ടാക്കി തരുള്ളൂ. അതുകൊണ്ട് ഇന്നും ഇന്നലെ പുട്ടുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് പുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മൂച്ചുകുഞ്ഞിന് ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് സ്കൂളിൽ പറഞ്ഞിടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ. അപ്പോൾ മൂച്ചുകുഞ്ഞിൻ്റെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളിക്കാരിക്ക് അങ്ങനെ എല്ലാ കറികളോടും താല്പര്യമില്ല. മീൻ പൊരിച്ചത്, മുട്ട പൊരിച്ചത് അങ്ങനെ എന്തെങ്കിലും ഒന്നിനോട് മാത്രമേ താല്പര്യമുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ വേണ്ടാന്ന്. പിന്നെ പുള്ളിക്കാരിക്ക് ഒരു മുട്ട പൊരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട പൊരിച്ചതും കൂട്ടി നമുക്ക് അവളുടെ ചോറ് സെറ്റ് ചെയ്യാം. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക, മൂച്ചുകുഞ്ഞിന് വെള്ളം എടുത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ എൻ്റെ കൈയും ജസ്റ്റ് ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മൂച്ചിനാളെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മൂച്ചിനാൾക്ക് എല്ലാ വേണ്ട കാര്യങ്ങൾ അവളൊന്ന് ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ പോയതിൻ്റെ പുറകെ തന്നെ നമുക്ക് കടയിൽ പോകണമായിരുന്നു കേട്ടോ, കുറച്ച് തേങ്ങ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഉമ്മീൻ്റെ അടുത്ത് പറഞ്ഞു, തച്ചു കടയിൽ പോയി തേങ്ങ വാങ്ങിക്കുമ്പോൾ നല്ല നോക്കി വാങ്ങിക്കണം, നല്ല വിലയാണ്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയാണെങ്കിൽ ഇന്നലെ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കാരണം രാവിലെ തൊട്ട് നല്ല മഴയാണ് ഇവിടെ, കാരണം നല്ല മഞ്ഞ തണുപ്പൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ നേരെ ഷോപ്പിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഉമ്മീൻ്റെ അടുത്ത് പറഞ്ഞത് തേങ്ങ വാങ്ങിക്കാനാണ്, തേങ്ങയ്ക്ക് നല്ല വിലയാണ്, അതുകൊണ്ട് നീ തന്നെ നോക്കി എടുക്കണം, കുലുക്കിയൊക്കെ എടുക്കണം, ഇല്ലാതെ ചുമ്മാ ചീഞ്ഞ തേങ്ങയൊന്നും എടുത്തുകൊണ്ട് വരരുതെന്ന് പറഞ്ഞാണ് എന്നെ പറഞ്ഞു കേട്ടോ. അങ്ങനെ കുലുക്കി ഉമ്മി പറഞ്ഞ പോലെയൊക്കെ തന്നെ കുലുക്കിയൊക്കെ 2 തേങ്ങയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അടുക്കളയും കാര്യങ്ങളൊക്കെ നല്ല അലങ്കോലമായിട്ടാണ് കിടന്നത്. അപ്പോൾ അത് കാര്യങ്ങൾ അടിച്ചു വരുന്നതൊക്കെ എൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കുറച്ച് ഞാൻ ചെയ്യുന്ന കൂട്ടത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ഈ പ്രൊഡക്റ്റ് എല്ലാം മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള കേട്ടോ. ഈ സെറ്റ് ചെയ്തിട്ടുള്ള ആ സ്റ്റാൻഡും അതുപോലെ ആ പാത്രങ്ങളൊക്കെ. അപ്പോൾ അത് ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ ലിങ്ക് ഇട്ട് തരാം. പിന്നെ കോളേജിലേക്ക് നാളെ പോകണം, നാളെ പോകണം ഇന്നിങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഞായറാഴ്ച പോകത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മി അച്ചാറും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് മീനച്ചാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉമ്മി ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോഴല്ലേ നമുക്കിതാ ഈ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചൊരു ഫേസ് പാക്ക് ഇടാന്ന്. ഇട്ട് കുറച്ച് തൈരും കാപ്പിപ്പൊടി ഇട്ടിട്ട് ഞാനൊരു ഫേസ് പാക്ക് ഇടാന്ന് വിചാരിച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്യേണ്ടായിരുന്നു. പിന്നെ അതൊന്നും ആഡ് ചെയ്യാൻ നിന്നില്ല കേട്ടോ. അതെല്ലാം സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഉമ്മിച്ച് അടുക്കളയിൽ അച്ചാറുണ്ടാക്കുന്ന തിരക്കായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഉമ്മിച്ച് ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടിയിട്ട് കറിനാരങ്ങ വെച്ചിട്ട് അച്ചാറായിരുന്നു. അതൊരു കിടില അച്ചാറാണ്, പക്ഷെ ചെറിയൊരു കയ്പുണ്ട്. കാരണം കറിനാരങ്ങ കയ്പുണ്ടല്ലോ, ആ ഒരു കയ്പുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അപ്പുറം മീനച്ചാറ് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 അച്ചാർ സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഉമ്മിച്ച് പറഞ്ഞു ഉച്ചയ്ക്ക് നമുക്ക് എന്നാൽ തേങ്ങാച്ചോറ് ഇറച്ചിക്കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം തന്നെ ബീഫ് കറി സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുക്കർ തേങ്ങാച്ചോറായിട്ട് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ ഞങ്ങളിത് സെറ്റ് ചെയ്ത് നോക്കുന്നത്. ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഈ റെസിപ്പിയും ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുക്കർ തേങ്ങാച്ചോറൊക്കെ വെച്ചിട്ട് നേരെ കുളിക്കാനാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നു. ഇനി ഫ്രഷായിട്ട് വന്നു കഴിഞ്ഞാൽ നിസ്കാരം നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ഉമ്മയുടെ നല്ല തല്ലി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നിസ്കരിക്കാം. സുബഹ് നിസ്കരിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വഴക്കുണ്ട്. അപ്പോൾ നമുക്ക് ലോറും കാര്യങ്ങളൊക്കെ നിസ്കരിച്ചില്ലെങ്കിൽ സീനാവും കേട്ടോ. അങ്ങനെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉമ്മച്ചിയുടെ തേങ്ങാച്ചോറും ബീഫ് കറിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. കൂടെ വെല്ലാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. വെല്ലാപ്പി എന്നെ കാണാനായിട്ട് വെറുതെ വന്നതാണ്, പക്ഷേ വെല്ലാപ്പിയുടെ വീഡിയോ ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. അങ്ങനെ ഉമ്മ ഉണ്ടാക്കി തന്ന തേങ്ങാച്ചോറും ബീഫ് കറിയും പപ്പടവും സർലാസും പിന്നെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഇടാം കേട്ടോ. കാരണം പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിരുന്നു നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി. കാരണം കുക്കറിൽ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വാപ്പയുടെ പറഞ്ഞത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ച് നോക്കുക, അടിപൊളി ഒരു ഐറ്റം ആണെന്ന് പറഞ്ഞ് അങ്ങനെ വാപ്പക്കും വിളിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വാപ്പ വന്നപ്പോൾ വാപ്പ ഒരിക്കലും വെറുതെ വരാറില്ല കേട്ടോ. വാപ്പ മിക്സറൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ വാപ്പ പിന്നെ എനിക്കൊരു മിക്സറൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാപ്പ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോയി. പിന്നെ മൂച്ചാടെ പടക്കളത്തിലേക്ക് ഇറങ്ങി കേട്ടോ. കുറച്ച് നേരം ഉറങ്ങിയിട്ട് എണീച്ചിട്ട് മൂച്ചാടെ പടക്കളത്തിലേക്കാണ് പോയത്. ചുമ്മാ ആളുടെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ആളവിടെ 2-3 മെഴുകുതിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാർ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയതാണ്. പിന്നെ പുള്ളിക്കാർക്ക് ജേണലുണ്ട്. ഞാൻ അത് വെറുതെ എടുത്തൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കും ഉടനെ തന്നെ ഒരു ജേണൽ എഴുതാം കേട്ടോ. അതിൽ തന്നെ എഴുതാം, അതിൽ
എഴുതുന്നതിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, അതിലെഴുതിയിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നൈറ്റ് ആയപ്പോഴത്തേക്കും പിന്നെ പോയി അൽഫാമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അൽഫാമൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. ഞാൻ പെരിപ്പരി ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ ഒരു ലവറാണ്. പിന്നെ പെരിപ്പരി അൽഫാമും പിന്നെ പുള്ളിക്കാർ വാങ്ങിച്ചത് കാന്താരിയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റ് പിന്നെ എൻ്റെ സ്കിൻ കെയറിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ ഒരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഒരു ക്രീം. ഇതാട്ടോ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നല്ല ഉറക്കം. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.